പെരുന്നാൾ ദിവസം രാവിലെ എല്ലാ ഗേൾസും ഫസ്റ്റ് നോക്കുക തലേന്നിട്ട് മൈലഞ്ച് ചോന്നില്ലേന്നിരിക്കും. ആൻഡ് ദിസ് ഈസ് മൈ ഈദ് ഔട്ട്ഫിറ്റ്. എന്റെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞപ്പോക്കിന് ഇമ്മ ഇവിടെ നല്ല അടിപൊളി പായട പായസമൊക്കെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഇന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതാണ് മെയിൻ. 1-2 സ്പൂൺ നമുക്ക് കഴിക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ 3 ഗ്ലാസ് കുടിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ടീംസ് ഒക്കെ അവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ ഒരു കഷ്ടപ്പാട്. ഫോട്ടോ എടുക്കാൻ നേരത്തെ ഓളെടുത്തിട്ട് ചെടിച്ചട്ടില്ലെന്ന സങ്കടമായിരുന്നു. ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽ. റൂഫിന്ന് ഫോട്ടോ സെറ്റ് ആവാത്തതിനെ കൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കി. ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാത്ത ഏട്ടായിനോട് സൊല്ലാൻ പോവാണ് നമ്മുടെ ചമ്മു. പെരുന്നാൾ ഫോട്ടോഷൂട്ടാണല്ലോ, അപ്പം നമ്മളൊരു കുറവും വരുത്താനായിട്ട് പാടില്ല. ഗ്ലാസ് പൊട്ടുന്നവരെ ഏത് വൈബ്, പെരുന്നാൾ വൈബ്. ഗ്ലാസും പൊട്ടിച്ചിട്ട് അവിടെ ഇരുന്ന് കിടിക്കുകയാണ്. ഗ്ലാസ് നിന്നൊക്കെ പൊലി വിട്ടിട്ട് പിന്നെ അടുത്ത പൊലിവ് ഇതുമില്ലായി. അങ്ങനെ ഓലൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ LFTന് ടെസ്റ്റിന് പോകാനുണ്ട്. ഇതിന്റെ മന പെരുന്നാൾ ഡ്രസ് ആണെന്ന് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. ഇതിന്റെ അവസാനത്തെ പോക്കാവണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഇറങ്ങിയത്. പക്ഷേ എന്റെ അവസാനത്തെ പോക്കല്ലേ ഇനിയൊരു വരവും കൂടി വരണം. എന്റെ ചോരെടുത്തിട്ട് മതിയിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇത്. ഇനി നമ്മൾ പഠനത്തിലോട്ട് മടങ്ങുകയാണ്. പണ്ടൊക്കെ മഞ്ച് നല്ല നീളുണ്ടായിരുന്നു, ഇപ്പൊ ഒരു വിരലിന്റെ തിന്നുള്ളൂ. രാത്രി ഇപ്പൊ ഒരു മസാല ദോശ തിന്നാൻ വല്ലാത്തൊരു പൂതി. എന്താഗ്രഹം വന്നില്ല നമ്മൾ മാറ്റിക്കാൻ പാടില്ല. നല്ല മസാല ദോശ നല്ല സാമ്പാറും ചട്നിയും കൂട്ടി കഴിക്കുന്നതിന്റെ സുഖം ഒന്നിനും കിട്ടൂല. അഞ്ഞിപ്പത്തെ വന്നതിന് ശേഷം ഭയങ്കര വിശപ്പാണ്. ഇപ്പൊ ഒരു ദിവസം 2 ആൾക്കുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട്. ഒരു മസാല ദോശ കഴിച്ചിട്ടൊന്നും എന്റെ വിശപ്പ് അടങ്ങണില്ല. അതൊരു പ്ലെയിൻ ദോശ ഞാനും ഈ ഹാഫ് ആക്കി കഴിച്ചു. ഈ സാമ്പാറിലൊക്കെ മുളക് കിട്ടുമ്പോഴല്ല അത് അതേപോലെ അങ്ങോട്ട് കളയരുത്. ഇതേപോലെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കഴിക്കണം. അടിപൊളി. ലാസ്റ്റ് ഒരു അടിപൊളി ചായം കൂടി കുടിച്ചിട്ട് നമ്മൾ നേരെ വിട്ടു. ഇനി നമ്മൾ ശരിക്കും പഠനത്തിലോട്ട് മടങ്ങുകയാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഇത്രേ ഉള്ളൂ.